നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതിദയനീയമാണ്. അതിൻ്റെ തീവ്രത ലോകമറിഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കൊടുത്ത ശക്തമായ മറുപടിയിലൂടെയാണ്. എന്നാൽ രണ്ട് കാര്യങ്ങളിൽ അവർക്ക് ശക്തിയുണ്ട്. ഒന്ന് മതവും, രണ്ടാമത്തേത് സൈന്യവും. സുപ്രീം കോടതി വിധി പോലും ഇസ്ലാമിക തത്വങ്ങൾക്ക് താഴെയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഏക ആണവ ശക്തിയാണ് പാകിസ്ഥാൻ. ജനം പട്ടിണി കിടന്നും കറണ്ടും പെട്രോളും ഇല്ലാതെ വലയുകയാണെങ്കിലും സൈന്യത്തിൻ്റെ പ്രതാപത്തിന് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഒരുമിച്ച് കയ്യിലുള്ള വ്യക്തി എത്രമാത്രം ശക്തനായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. പാകിസ്ഥാനിലെ ഏറ്റവും കരുത്തനായ വ്യക്തി എന്ന് പറയുന്നത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അല്ല, സൈനിക മേധാവി അസീം മുനീറാണ്. റാവൽപിണ്ടിയിലെ പള്ളി ഇമാമും സ്കൂൾ അധ്യാപകനുമായ സയ്യിദ് സർവാർ മുനീറിൻ്റെ മകനായിട്ടാണ് സയ്യിദ് അസീം മുനീർ അഹമ്മദ് ഷാ എന്ന നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അസീം മുനീറിൻ്റെ ജനനം. അസീമിൻ്റെ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം കടുത്ത മത അന്തരീക്ഷത്തിലായിരുന്നു. സദാ ഇന്ത്യ വിരുദ്ധത തളം കെട്ടി നിന്ന കുടുംബം ഇത് അസീം മുനീറിൻ്റെ ജീവിതത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. മതവും ജോലിയും ഒരുമിച്ച് കൂട്ടിക്കെട്ടിയിരുന്ന കുടുംബത്തിൽ നിന്നുള്ള അസീമിന് പാക് സൈന്യത്തിൽ ചേരാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സൈനിക സ്കൂളിൽ ചേർന്നു. ഫ്രോണ്ടിയർ ഫോഴ്സ് റെജിമെൻറ്റിൽ 23ാമത് ബറ്റാലിയനിൽ 1986 അസീമിൻ്റെ സൈനിക ജീവിതം ആരംഭിക്കുന്നത്. ക്രമേണ ലഫ്റ്റനന്റ് കേണലായി. 2014 മേജർ ജനറൽ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച അസീം മുനീർ പാകിസ്ഥാന്റെ വടക്കൻ പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരുടെ കമാൻഡറായും ജോലി നോക്കി. ഈ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത്. പലപ്പോഴും അസീം മുനീർ തൻ്റെ പ്രസംഗങ്ങളിൽ ഇസ്ലാമിക വാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സൈനിക മേധാവിയായിട്ടും ഒരു ഇമാമിൻ്റെ ഭാഷയായിരുന്നു അസീമിനുണ്ടായിരുന്നത്. പഠനത്തെക്കാൾ ഏറെ ക്രിക്കറ്റിനെ സ്നേഹിച്ചയാൾ. ഫാസ്റ്റ് ബോളറായിരുന്നു കൗമാരകാലത്ത് അസീം. അതുപോലെ തന്നെ വേഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന മണ്ടത്തരങ്ങളായി. ഇപ്പോൾ ഇന്ത്യയോട് മുട്ടി പാകിസ്ഥാൻ ചെന്നുപെട്ട കുരുക്കിൽ നിന്ന് വ്യക്തമാകുന്നത് അസീം എടുത്ത മണ്ടൻ തീരുമാനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേത് മാത്രം. 2018 പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന ISIയുടെ ഉന്നത സ്ഥാനത്തേക്ക് അസീം മുനീർ എത്തുന്നത്. എന്നാൽ അധിക നാൾ ആ സ്ഥാനത്ത് തുടരാൻ അസീമിന് സാധിച്ചില്ല. 8 മാസങ്ങൾക്ക് ശേഷം അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ നിർദ്ദേശപ്രകാരം ലഫ്റ്റനന്റ് ജനറൽ ഫൈസ് ഹമീദ് ആ സ്ഥാനത്ത് നിന്ന് അസീമിനെ മാറ്റി. എന്നാൽ ഖാൻ സർക്കാർ താഴെ വീണതിന് ശേഷം പൂർവാധികം ശക്തി സംഭരിച്ച അസീം മുനീർ വീണ്ടും മടങ്ങിയെത്തി. പാക് സൈന്യത്തിൻ്റെ മേധാവിയായി മാറി. മതത്തെ അനാവശ്യമായി കൂട്ടുപിടിച്ചും കടുത്ത ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചുമാണ് ഇയാൾ കയ്യടി നേടിയിരുന്നത്. ജനാധിപത്യ സർക്കാരുകളുടെ ദുർബലപ്പെടുത്തുന്ന തന്ത്രങ്ങൾ മെനഞ്ഞാണ് അസീം തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത്. സൈന്യത്തിന് സർവാധികാരം നേടിക്കൊടുക്കുന്നതിൽ കിണങ്ങി പരിശ്രമിക്കുകയും ചെയ്തു. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലെ കടുംപിടുത്തം അസീം മുനീറിനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് തള്ളിയിട്ടു. പാകിസ്ഥാനുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ മായ്ക്കാനും ഉള്ളിലെ അടങ്ങാത്ത യുദ്ധവെറിയും ഇന്ത്യയോട് തീർക്കാനിറങ്ങിയ അസീമിന് പക്ഷേ തെറ്റിപ്പോയി. ഏറ്റവും ശക്തമായ തിരിച്ചടി ഇന്ത്യയും കിട്ടിയ അവസരം ബലൂച്ച് ആർമിയും ഉപയോഗപ്പെടുത്തിയപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അടിവേര് വരെ ഇളകി. സൈനിക ബലത്തിലും ആയുധബലത്തിലും ഇന്ത്യയുടെ 7 അയലത്ത് പോലും എത്താത്ത പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്ന നടപടിയാണ് മുൻ ISI മേധാവി കൂടിയായ അസീം മുനീറിൽ നിന്ന് ഉണ്ടായത്. ഇപ്പോൾ ജിന്നയുടെ വിശുദ്ധ നാടിനെ കാത്തിരിക്കുന്നത് വീണ്ടും ഒരു പട്ടാള അട്ടിമറിയാണോ എന്ന സംശയം കൂടിയാണ്. പാകിസ്ഥാനിലെ ഡോൺ എന്ന പ്രശസ്തമായ പത്രം പോലും ഈ സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന തീവ്രവാദ പ്രസംഗത്തിലൂടെയാണ് പാകിസ്ഥാൻ ആർമി ചീഫ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും കശ്മീരിൻ്റെ കാര്യത്തിൽ കടുത്ത പ്രസ്താവനകൾ നടത്താതിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ഇന്ത്യക്കും ഹിന്ദുമതത്തിനും എതിരെ പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ചത്.
ഇസ്ലാമാബാദിൽ നടന്ന ഓവർസീസ് പാകിസ്ഥാനീസ് പ്രോഗ്രാം കോൺഫറൻസിലാണ് അസീം മുനീറിന്റെ ഈ ഒരു വിവാദ പ്രസ്താവന ഉണ്ടായത്. പാകിസ്ഥാനികൾ അവരുടെ ഭാവി തലമുറയ്ക്ക് വിഭജനത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കണം. പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണ്. അവരുടെ സംസ്കാരം, മതം, ചിന്ത എന്നിവയ്ക്ക് യാതൊരു സാമ്യവുമില്ല. നമ്മുടെ മതം വ്യത്യസ്തമാണ്, നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ സംസ്കാരം വ്യത്യസ്തമാണ്, നമ്മുടെ ചിന്ത വ്യത്യസ്തമാണ്, നമ്മുടെ അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ്. ഒരു ശക്തിക്കും പാകിസ്ഥാനെ കശ്മീരിൽ നിന്ന് വേർപെടുത്താനാകില്ല. ഒരു സൈനിക മേധാവിയുടെ ഭാഷയായിരുന്നില്ല അസീമിൽ നിന്ന് അന്ന് ലോകം കേട്ടത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ പാകിസ്ഥാനിലെ എല്ലാ പ്രധാന നേതാക്കളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാവരും അസീം മുനീറിന്റെ വാക്കുകൾ ശരിവെച്ചു. മുനീറിന്റെ ഈ വാക്കുകളാണ് കശ്മീർ ഭീകരർക്ക് പ്രേരണയായത് എന്ന് ലോക മാധ്യമങ്ങൾ എഴുതി. പഹൽഗാമിൽ 26 പേരെ വധിച്ച ഭീകരാക്രമണം പാകിസ്ഥാൻ പൊടുന്നനെ ചെയ്തതല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണവുമുണ്ട്. പണ്ട് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച സമയത്തും ഇതുപോലെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി. ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ ആക്രമണമെന്നാണ് പറയപ്പെടുന്നത്. ഇത് ശരിക്കും ഹമാസ് മോഡലാണ്. മതം നോക്കിയുള്ള കൊലകൾ ഹമാസ് ശൈലിയാണ്. ഹമാസ് ഇസ്രായേലിനോട് ചെയ്തത് എന്തോ അത് തന്നെയാണ് ഭീകരർ ഇന്ത്യയോടും ചെയ്തത്. അതിനുള്ള ശക്തമായ മറുപടിയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ന് അസീം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഇന്ത്യയുടെ മിസൈലുകൾ ചീറിയെടുത്തപ്പോൾ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചുവെന്നും പാകിസ്ഥാൻ വിട്ടോടിയെന്നും പറഞ്ഞു കേൾക്കുന്നു. ഒന്ന് ഓർക്കുക, ആണവ ശക്തിയുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു സൈനിക മേധാവിക്ക് ഇതിൽ പരം നാണക്കേട് വേറെയുണ്ടോ?